ഹായ് ഹലോ വെൽക്കം ടു കോമൺ സെൻസ് ഭാരതി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരത് ലെജൻഡ്സ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മരിച്ചു വീണ പലായിരക്കണക്കിന് ആൾക്കാരുടെ ഓർമ്മയ്ക്കായി അവരെ നമ്മൾ അറിയാനായാണ് ഈ എളിയ പരിശ്രമം. ഇദ്ദേഹം ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പെറാറില്ല. ഫാൻസി ഡ്രസ്സുകളിൽ ഇദ്ദേഹത്തിനെ ഇട്ടിട്ട് കുട്ടികൾ വരാറില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കഥ ആരും പറഞ്ഞു തന്നിട്ടില്ല. ചരിത്ര പുസ്തകം ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുമില്ല. ഇദ്ദേഹം ചിറ്റഗോങ്ങിൽ ജനിക്കുന്നു. ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ഭാഗവും അന്നത്തെ ഇന്ത്യയുടെ ഭാഗവുമായിരുന്ന ഒരു പ്രദേശമാണിത്. ഒരു അധ്യാപകനാണ് ഇദ്ദേഹം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം യാചിച്ചു മേടിക്കേണ്ടതല്ല, യുദ്ധം ചെയ്ത് ജയിച്ചു നേടേണ്ടതാണെന്ന് ഇദ്ദേഹം അഭിപ്രായം കൊണ്ടു. അതിനായി അദ്ദേഹം ഇന്ത്യൻ റവല്യൂഷണറി ആർമി എന്ന പേരിൽ ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് തുടങ്ങി. അതിന്റെ ആദ്യത്തെ ലക്ഷ്യം ചിറ്റഗോങ് ആർമറി റെയ്ഡ് ചെയ്യുക. നമ്മുടെ ഈ അധ്യാപകന്റെ 60 വിദ്യാർത്ഥികളും ആ റെയ്ഡിനായി തയ്യാറെടുത്തു. അങ്ങനെ ഏപ്രിൽ മാസം 18 തീയതി 1930 അത് നടത്തിക്കാണിച്ചു.
ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ സമരത്തിന്റെ അഗ്നിജ്വാല അണയ്ക്കാനായി പല തന്ത്രങ്ങൾ മെനഞ്ഞു. ഇദ്ദേഹത്തിനെ വല്ലാതെ തളർത്താൻ ശ്രമിച്ചു. കൈകാലുകൾ അടിച്ചു പൊട്ടിച്ചു, തോള് ചവിട്ടിപ്പൊട്ടിച്ചു. എന്നിട്ടും ഇദ്ദേഹം പറയുന്നു, എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു സ്വർണ്ണ സ്വപ്നമുണ്ട്, സ്വതന്ത്ര ഇന്ത്യയെ ഒന്ന് കാണണമെന്ന്. എന്നാൽ 12 ജനുവരി 1934 ഇദ്ദേഹത്തിനെ തൂക്കിലിടുന്നു. ഇദ്ദേഹത്തിന്റെ കഥ, ഈ വീരത്തിന്റെ കഥ എത്ര പേർക്കറിയാം? ഇദ്ദേഹം ചിറ്റഗോങ്ങിലെ അധ്യാപകൻ, ഇദ്ദേഹം വീരത്തിന്റെ തിലകം, ഇദ്ദേഹം സൂര്യ സെൻ. ഇനിയെങ്കിലും ഇവരുടെ ത്യാഗത്തിന്, ഇവരുടെ വേദനയെ ആദരവോടെ നമുക്ക് സ്മരിക്കാം. ഭാരത് ലെജൻഡ്സ് എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് ഇനിയും ചരിത്രത്തിൽ മറഞ്ഞു കിടക്കുന്ന പലരെയും നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവരും. അതിനാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോയിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തണം. പിന്നെ ഇങ്ങനെയും ഇനിയും വേണമെന്ന് തോന്നിയാൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു കോമൺ സെൻസ് ഭാരതി. അതുവരെ ഇറ്റ്സ് ബൈ ഫ്രം സുന്ദർ രാമലക്ഷ്മണൻ. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.